ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചീരയുടെ ഉപ്പേരിയാണ്. ഇപ്പം ചീര കുറേ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണല്ലോ. ചിലർ ചുവന്ന ചീര ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് പച്ച ചീര ആയിരിക്കും ഇഷ്ടം. ഞാനൊരു വെറൈറ്റിക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് ഒരരപ്പ് ഉണ്ടാക്കി വെക്കണം. അതിന് കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും വേണം. അതൊന്ന് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കണം എന്നുള്ളവർക്ക് പൊട്ടിക്കാം. ഇനി ഡയറക്റ്റ് പൊട്ടിക്കാതെ ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ കടുകൊക്കെ പൊട്ടിച്ച് നല്ലപോലെ കടുക് കുറച്ചെടുത്തിട്ട് ഒന്ന് ചൂടായ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ട് നല്ലപോലെ വന്നപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതുകൂടി ഇട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രണ്ട് ചീരയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സ് ചെയ്തിട്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചീരയൊക്കെ ഇലകളൊക്കെ ഉപ്പേരി വെക്കാവുന്നതാണ്. ഉപ്പേരി തോരൻ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ചില സ്ഥലത്തേക്ക് തോരൻ എന്ന് പറയുന്നേക്കാം, ചില സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്നാണ് പറയുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇത്രയും നിറഞ്ഞ് നിൽക്കുന്നത് നോക്കണ്ട, 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ അമ്പി വരിക. എന്നിട്ട് വീണ്ടും ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ വയറ്റി കൊടുത്താൽ മതി. വേഗം കുക്കായിക്കോളും. ഒരു 3-4 മിനിറ്റ് മാത്രം മതി ഇതൊക്കെ ഒന്ന് കുക്കായി വരാനും. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നത് കളറിന് മാത്രമല്ല, അതിൻ്റെ ഗുണങ്ങൾ കൂടി അറിഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങയും ചെറിയുള്ളിയും അതേപോലെ പച്ചമുളകുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി ജീരകം വേണ്ടവർക്ക് ജീരകം കൂടി ആഡ് ചെയ്യാം. നമ്മളിവിടെ ജീരകം ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി കറക്റ്റ് ഒരേപോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയിട്ട് അവിടെ വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടിയൊക്കെ ഒന്ന് കുക്കാകുന്ന വരെ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കുക, കാരണം അടി ചിലപ്പം പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ നമ്മൾ എവിടെയാണ് പച്ചചീര, എവിടെയാണ് ചുവന്ന ചീര, അല്ലെങ്കിൽ തേങ്ങ എവിടെയാണെന്ന് അറിയാതെ ഒരു സ്പൂണെടുത്ത് നമുക്ക് എടുത്താൽ 3 കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ആക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.